Hi guys, you are watching Open Talks Mallu and welcome back to another video. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് പ്രേമല്ലു എന്ന സിനിമയിൽ അഭിനയിച്ച റിവർ ഇൻഡി ജെൻറ്റു ആണ്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അനേക യൂണിക് ഫീച്ചേഴ്സും അനേക യൂണിക് ഡിസൈൻ ലാംഗ്വേജും ഉള്ള ഒരു വണ്ടിയാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് റിവർ എന്ന കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ 2023 നിലവിൽ വന്ന കമ്പനിയാണ്. രണ്ട് മലയാളികളാണ് ഈ കമ്പനി ഓൺ ചെയ്തേക്കുന്നത്, വിപിൻ ജോർജും അരവിന്ദ് മാണിയും. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ നേരത്തെ അൾട്രാ വൈലറ്റിലും ഹോണ്ടയിലൊക്കെ വർക്ക് ചെയ്തവരാണ്. ഹോണ്ടയുടെ പല വണ്ടികൾ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളവരാണ്, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് യമഹ, അൽഫുത്തൈം പോലെയുള്ള ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ആണ്. പിന്നെ ഈ കമ്പനി നിലവിൽ വന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബേസിക് സ്കെച്ചിൽ നിന്നാണ് ഇവർ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇവരിപ്പം കൊച്ചിയിൽ അവൈലബിൾ ആണ്. നേരത്തെ ബാംഗ്ലൂരിലായിരുന്നു ഓപ്പറേഷൻസ്, ഇപ്പോൾ ഒരു 1 month ആയിട്ട് കൊച്ചിയിൽ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് കൊച്ചി വെണ്ണലയിൽ. അപ്പം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമ്പനിയിൽ ഇട്ടേക്കാം. അപ്പം കൂടുതൽ സമയം കളയാതെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റിവർ ഇൻഡി ജെൻറ്റു ഒരു മാക്സി സ്കൂട്ടർ സെഗ്മെന്റിൽ പെടുന്ന ഒരു EV സ്കൂട്ടറാണിത്. ഈ വണ്ടിയെ തന്നെ അവർ ഷോക്കേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ SUV ഓഫ് സ്കൂട്ടേഴ്സ് എന്ന രീതിയിലാണ്. നമ്മൾ ഈ വണ്ടിയിലേക്ക് വരുമ്പം തന്നെ ഏറ്റവും നമ്മൾ ആദ്യമേ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഈ 2 കണ്ണ് പോലത്തെ LED ഹെഡ് ലാംപ്സ് ആണ്. അവിടെ ഒരു DRലും കൊടുത്തിട്ടുണ്ട്. 2 കണ്ണ് പോലത്തെ LED ഹെഡ് ലാംപ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർക്ക് ക്രൈസി ഫ്രോഗിന്റെ കണ്ണ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് മേളിൽ ഒരു റിവറിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വൈസർ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡിലും LED ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഫ്രണ്ടിലത്തെ ഫെൻഡർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടയറിന്റെ സൈസ് എന്ന് വെച്ചാൽ 110 സെഷൻ ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. MRFന്റെ സാപ്പേഴ്സ് ആണ്, ട്യൂബ്ലെസ് ടയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ അലോയുടെ സൈസ് എന്ന് വെച്ചാൽ 14 സെഷൻ അലോ വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 2 സൈഡിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. ABS കാര്യങ്ങൾ വരുന്നില്ല, പക്ഷേ യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ സൈഡിലത്തെ വ്യൂയിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡി എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാസീവ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ക്രാഷ് ഗാർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫുഡ് റെസ്റ്റ് ഫ്രണ്ടിൽ നമുക്കൊരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോർ ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ അടിയിലാണ് ബാറ്ററി കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ബാറ്ററിയുടെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി കൊടുത്തേക്കുന്ന ഒരു 4 kWh ബാറ്ററിയാണ്. അതുപോലെ ചാർജിംഗ് എന്ന് വെച്ചാൽ 750 വോൾട്ടിന്റെ ചാർജറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. നമുക്ക് അറിയാൻ പറ്റിയേക്കുന്നത് വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് വണ്ടി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോർമൽ നമ്മുടെ ഹൗസിംഗ് ചാർജിങ് ആണെങ്കിൽ 80% കവർ ചെയ്യാൻ 5 hours, ഫുൾ ചാർജ് ചെയ്യാൻ ഒരു 5.25 മണിക്കൂർ എടുക്കുന്നതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ ഈ സൈഡിലത്തെ വ്യൂയിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൈനിയർ മൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ബിൽഡ് ടു ഹസൽ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സസ്പെൻഷൻ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലത്തെ ബ്രേക്കും അതിന്റെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയർ എന്ന് വെച്ചാൽ 120 സെക്ഷൻ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അലൂമിനിയം സിംഗ് ആംസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡും ഉണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബാക്ക് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു മെറ്റൽ ആയിട്ടുള്ള നമ്മുടെ ഗ്രാബ് റെയിൽ കാണാൻ പറ്റുന്നത്. ആ ഗ്രാബ് റെയിലിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് നമ്മുടെ ഈ ബാക്ക് റെസ്റ്റ് പിടിപ്പിച്ചേക്കുന്നത്. നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ടോപ്പ് ബോക്സ് വെക്കാൻ പറ്റുന്നതാണ്. 20 കിലോയുടെ ഒരു ടോപ്പ് ബോക്സ് നമുക്ക് ബാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഈ 2 സ്ക്രൂ കൂടിയാൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു വെറൈറ്റി ഡിസൈനിലുള്ള നമ്മുടെ LED ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ റിവറിന്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നമ്മുടെ LED ഇൻഡിക്കേറ്റർ യൂണിറ്റ് 2 സൈഡിൽ റിഫ്ലക്ടറും നമ്മുടെ നമ്പർ പ്ലേറ്റും അതിന്റെ ലൈറ്റും പിന്നെ ഫെൻഡറും കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ കണ്ടുപോലെ തന്നെ നമുക്ക് പൈനിയർ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കീ ഹോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലേഡി ഫുഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിന്റെ മോട്ടർ വരുന്നതെന്ന് വെച്ചാൽ മിഡ് ഡ്രൈവ് മോട്ടറാണ് കൊടുത്തേക്കുന്നത്. മോട്ടർ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ മോട്ടറിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവേഴ്സ് എന്ന് വെച്ചാൽ 6.7 kWh മോട്ടറാണ് ഇത് കൊടുത്തേക്കുന്നത്. അത് ഏകദേശം 9 PS പവറോളം ഈ മോട്ടറിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് IP67 റേറ്റഡ് ആണ്. ഈ വണ്ടിയുടെ മോട്ടറിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 26 Nm ടോർക്കാണ്. അത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം 143 കിലോളം ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അത്രയും ടോർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി ഫ്രീ ആയിട്ട് വലിക്കാൻ പറ്റത്തുള്ളൂ. ഈ വണ്ടിയുടെ മോട്ടർ വരുന്നതെന്ന് വെച്ചാൽ PM-SM മോട്ടറാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഫസ്റ്റ് മോഡലിൽ നമുക്ക് ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു. ഈ മോഡലിലേക്ക് വന്നപ്പോൾ ചെയിൻ ഡ്രൈവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതറിലൊക്കെ നമുക്കൊരു ബെൽറ്റിന്റെ നോയ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു. അത് അവോയ്ഡ് ചെയ്യാനും പിന്നെ കുറച്ച് പുള്ളിങ്ങിനും വേണ്ടിയാണ് നമുക്ക് ചെയിൻ ഡ്രൈവിലേക്ക് മാറ്റിയേക്കുന്നത്. ഈ വണ്ടിയുടെ ബാറ്ററി വരുന്നതെന്ന് വെച്ചാൽ IP67 റേറ്റഡ് ആണ്. ഇതിന്റെ കമ്പോണൻസ് IP65 റേറ്റഡും ആണ്. പിന്നെ വണ്ടിക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 3 year വാറന്റി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു 5000 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ 2 year എക്സ്ട്രാ അഡീഷണൽ വാറന്റി കൂടെ കിട്ടുന്നതാണ്. അങ്ങനെ ടോട്ടൽ 5 year നമുക്ക് ഈ വണ്ടിക്ക് വാറന്റി കമ്പനി കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് വണ്ടിയുടെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തരുന്ന നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. നമുക്ക് ഡിമ്മിന്റെയും ബൈറ്റിന്റെയും പാസിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ഇൻഡിക്കേറ്റർ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ഹോണിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ നമ്മുടെ പാർക്കിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, കട്ട് ഓഫിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ് മോഡ്സിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ മാസ്റ്റർ സിലിണ്ടർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു മൊബൈൽ ഹോൾഡർ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ മീറ്റർ ബ്ലൂടൂത്തോ അങ്ങനെ മോഡേൺ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു മീറ്ററാണ്. ബൈക്കിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോസ്റ്റ് കട്ടിങ് അവരിവിടെ ചെയ്ത് ആ ഒരു പ്രൈസ് നമ്മുടെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവന്ന നല്ല കാര്യമാണ്. ഈ മീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ടൈം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് 3 റൈഡ് മോഡ്സ് വരുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്, പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ റൈറ്റ് മോഡ് വരുന്നുണ്ട്, പിന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റഷ് മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പവറിന്റെ ഒരു ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ട്, റെഡി ടു റൈഡ് എന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട്, RP മീറ്റർ, ഓഡോമീറ്റർ, പിന്നെ നമുക്ക് റേഞ്ച്, പിന്നെ ചാർജ് എത്ര ഉണ്ടെന്നുള്ളത്, പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 അത്രയുള്ള ബേസിക് മീറ്ററാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് നോക്കാം. ഈ ഗ്ലൗ ബോക്സ് വരുന്നത് വെച്ചാൽ 12 ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് ആണ് വരുന്നത്. നമുക്കിവിടെ ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ചാർജിംഗ് പോർട്ട് ഓപ്പൺ ചെയ്തത്. നമ്മളിവിടെ വലിക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ചാർജിംഗ് പോർട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സീറ്റിംഗിലേക്ക് കിടക്കാം. സീറ്റിംഗിലേക്ക് കിടക്കുന്നതിന് നമുക്കിവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, 3 കിലോ ഹോൾഡ് ചെയ്യാനുള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിംഗിലേക്ക് വരുമ്പോൾ നല്ല വെൽ കുഷനും വെൽ കംഫോർട്ടും ആയിട്ടുള്ള സീറ്റാണ്. നമ്മൾ ഈ വണ്ടി ഇരുന്നപ്പോഴത്തേക്കും നമുക്കൊരു കാറിൽ ഇരിക്കുന്ന ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കുണ്ടും കുഴിയൊന്നും ചാടിയാലും നമുക്ക് നമ്മുടെ ബോഡിയിലോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ചേതക് 3501 ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും ഒരു കുറവായിട്ട് തോന്നുന്നു വെച്ചാൽ അതിൻ്റെ സീറ്റിംഗ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ബ്രേക്കിംഗ് വരുന്നത്, ആ 2 കാര്യങ്ങളും ഈ വണ്ടിയിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് സീറ്റിൻ്റെ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ് കൊടുത്തേക്കുന്നത്. ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റോറേജ് ഇതിനാണ്, 43 ലിറ്റർ. പിന്നെ നമുക്കിവിടെ ഒരു LED ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 വലിയ ഹെൽമെറ്റ് വെച്ചാൽ നമുക്കിവിടെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വാർണിംഗ്സും കാര്യങ്ങളും ടയർ പ്രഷറിന്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കൊച്ചിയിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് വെച്ചാൽ 1.57 ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് വെച്ചാൽ 1.43 ആണ്. നിങ്ങൾക്ക് ഏകദേശം 14 ദിവസം കൊണ്ട് ഈ വണ്ടി ഇറക്കാവുന്നതാണ്. ഈ വണ്ടി 5 കളർ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത്. റെഡ് വരുന്നുണ്ട്, ഒരു ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ ഈ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു യെല്ലോ വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റ് എന്ന് വെച്ചാൽ 28,000 രൂപ നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. നിങ്ങളുടെ സിബിൽ സ്കോറും കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾക്ക് അത് ഹയർ ആയിരിക്കും. എന്നാലും നമുക്കൊരു മിനിമം 28,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതാണ്. ഇനി ഈ വണ്ടിയുടെ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് വെച്ചാൽ 161 കിലോമീറ്റർ ആണ്. നിങ്ങളൊരു മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ 120 കിലോമീറ്റർ എന്തായാലും ഈ വണ്ടി കിട്ടുന്നതാണ്. അതാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് വെച്ചാൽ 90 കിലോമീറ്റർ ആണ്. അത് റഷ് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് 90 കിലോമീറ്റർ കിട്ടത്തുള്ളൂ. പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തന്നെ വരുന്ന വണ്ടിയാണ്. നമ്മൾ റോഡിൽ കൂടെ ഓടിച്ചപ്പോൾ നമ്മളെ ഒത്തിരി പേര് നോക്കുന്നത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ നമ്മളെ എടുത്തു നോക്കുന്നുണ്ട് ഈ വണ്ടിയിൽ. അങ്ങനത്തെ ഒരു നല്ല മാസീവായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണിത്. എനിക്ക് ഈ വണ്ടി എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഷോറൂമിനെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ഇട്ടേക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ബിമിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.